കേരളം കാത്തിരുന്ന വിഷു ബമ്പർ ഭാഗ്യശാലിയ 12 കോടി രൂപ നേടിയെടുത്ത ഭാഗ്യശാലിയായിരുന്ന അല്പസമയത്തിനകം അറിയാം. ഒന്നാം സമ്മാനമായ 12 കോടി രൂപ VB135452 എന്ന നമ്പർ ടിക്കറ്റിനാണ്. ഒന്നാം സമ്മാനം കൊല്ലത്ത് വിറ്റ ടിക്കറ്റിനാണ്, കരുനാഗപ്പള്ളിയിൽ വിറ്റ ടിക്കറ്റിനാണ്. ആരാണെന്നുള്ളത് അല്പസമയത്തിനകം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഞങ്ങളുടെ റിപ്പോർട്ടർമാർ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഒന്നാം സമ്മാനം കൊല്ലം ജില്ലയിലുണ്ട്. രണ്ടാം സമ്മാനമായത് 1 കോടി രൂപ വീതമാണത് 6 പേർക്കാണ്. VA616453, VB327020, VC348224, VD252972, VE367998. ഇപ്പോൾ പറഞ്ഞ 6 നമ്പറുകൾ ഓരോ കോടി രൂപ വീതം, അങ്ങനെ 6 കോടി രൂപയാണ് ആകെ 6 പേർക്ക് രണ്ടാം സമ്മാനമായി വിഷു ബമ്പറിലൂടെ ലഭിക്കുന്നത്. നിരാശപ്പെടേണ്ട, ഇനിയും അവസരമുണ്ട്. അതായത് മൂന്നാം സമ്മാനം എന്നൊരു ഓപ്ഷൻ കൂടിയുണ്ട്. 10 ലക്ഷം രൂപ വീതമാണ് 6 പേർക്ക് ലഭിക്കുന്നത്. നമ്പറുകൾ പറയാം: VA238131, VB149470, VC133511, VD57512, VE363410. ഒരു നമ്പർ കൂടിയുണ്ട്, VG480536. ഇപ്പോൾ പറഞ്ഞ ഈ 6 നമ്പറുകൾക്ക് 10 ലക്ഷം രൂപ വീതം, അങ്ങനെ ആകെ 60 ലക്ഷം രൂപയാണ് സമ്മാനാർഹർക്ക് ലഭിക്കുക. സുനിഷ അയ്യല്ലൂരും അരുൺ സോളമനും അർജുൻ മട്ടന്നൂരും ഇക്ബാൽ അറക്കലും AK അഭിലാഷും എല്ലാ ജില്ലകളിൽ നിന്നും ഞങ്ങളുടെ റിപ്പോർട്ടർമാർ ചേരുകയാണ്. ആദ്യം സുനിഷയിലേക്ക് പോവുകയാണ്. സുനിഷ, അപ്പോൾ കേരളം കാത്തിരുന്ന ആ നിമിഷം എല്ലാവരും അക്ഷമരായി കണ്ണ് നട്ട് കാത്തിരിക്കുകയായിരുന്നു. ആ ഒരു സ്ക്രീനിലേക്ക്, റിപ്പോർട്ടർ TVയുടെ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. ആർക്കാണ് ആ സമ്മാനമെന്നാണ് അറിയേണ്ടത്. 45 ലക്ഷം ടിക്കറ്റുകളാണ് വിറ്റുപോയത്. 2 ദിവസങ്ങൾക്ക് മുമ്പേ ടിക്കറ്റുകൾ തീർന്നു. അതായത് അത്രയേറെ ആവേശത്തോടു കൂടി മലയാളികൾ ഏറ്റെടുത്തൊരു സൂപ്പർ ബമ്പർ ചലഞ്ച് പോലെയായിരുന്നു ഇത്തവണത്തെ വിഷു ബമ്പർ. ആ ഭാഗ്യവാൻ ആരാണ്, എവിടെയാണ്? നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ പറയൂ സുനിഷ. ഇഹാസെ, അതാണ് ആ ഭാഗ്യവാൻ, ആ 12 കോടിയുടെ കോടീശ്വരൻ എവിടെ എന്നുള്ളത് അറിയാൻ തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. നമ്മൾക്ക് മനസ്സിലാകുന്നത് കൊല്ലം കരുനാഗപ്പള്ളിയിൽ വിറ്റ് ടിക്കറ്റിനാണ് ഈ ബമ്പർ അടിച്ചിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അതാരെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിൽ തന്നെയാണ്. നിലവിൽ മനസ്സിലാക്കുന്നത് കരുനാഗപ്പള്ളി സബിൽ വിറ്റിരിക്കുന്ന ടിക്കറ്റിനാണ്. ഏജന്റ് D അനിലാണ്. D അനിലിൽ നിന്ന് ആരാണോ ഇത് വാങ്ങിയിട്ടുള്ളത് അതൊക്കെ ഇനി അറിയേണ്ടതുണ്ട്. ഏതായാലും കൊല്ലത്ത് തന്നെയാണോ, കൊല്ലത്ത് നിന്ന് അയാൾ വേറെ ഇടത്തേക്ക് പോയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് കൊല്ലത്തേക്കാണ് ഈ ബമ്പർ ടിക്കറ്റ് പോയിരിക്കുന്നത് എന്നുള്ളത്. കരുനാഗപ്പള്ളിയിലെ ഏജന്റ് വിറ്റ ടിക്കറ്റിനാണ് നിലവിൽ ഇപ്പോൾ ബമ്പർ അടിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ തന്നെ നമ്പർ കണ്ടതാണ്, VB135452. ഈ ടിക്കറ്റ് ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അയാൾക്ക് ഉറപ്പിക്കാം ഇതാണ് ഈ 12 കോടിയുടെ ഭാഗ്യവാൻ അയാളാണ് എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ രണ്ടാം സമ്മാനത്തിന്റെ 1 കോടി രൂപ വീതം 6 പേർക്കുള്ളതെല്ലാം നമ്പറുകളെല്ലാം ഷിഹാസ് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, റെക്കോർഡ് ഇട്ട് തന്നെയായിരുന്നു ഇത്തവണ വിൽപ്പനയും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ആർക്കെത്തി എന്നുള്ളത് അറിയേണ്ടതുണ്ട്. ഒരു ടിക്കറ്റ് പോലും വിൽക്കാതെ പോയിട്ടില്ല എന്നുള്ളതാണ്. 45 ലക്ഷം ടിക്കറ്റുകൾ, കഴിഞ്ഞ തവണ 42 ലക്ഷം ടിക്കറ്റുകളായിരുന്നു വിറ്റിരുന്നത്. പക്ഷേ ഇത്തവണ 45 ലക്ഷം ടിക്കറ്റുകളും തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് 2 ദിവസം മുന്നേ തന്നെ വിറ്റഴിക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു കാര്യം കൂടി ഇത്തവണ ശ്രദ്ധേയമായിട്ടുണ്ട്. റെക്കോർഡ് ഇട്ട് തന്നെയാണ് വിൽപ്പനയുണ്ടായിരുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട്. ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നത് പാലക്കാടാണ്. തൊട്ടു പിന്നാലെ തൃശ്ശൂരും തിരുവനന്തപുരവും ഒക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞത് പാലക്കാടേക്കായിരിക്കും. ഒരുപക്ഷെ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ പറഞ്ഞു ഇനി പാലക്കാടായിരിക്കുമോ ഈ ഭാഗ്യശാലി ഉണ്ടായിരിക്കുമോ എന്നുള്ളത്. കാരണം ക്രിസ്മസ് ബമ്പർ 1ഉം 2ഉം ഭാഗ്യശാലികൾ അത് പാലക്കാട് ജില്ലക്കാരായിരുന്നു. കഴിഞ്ഞ തവണ ഓണം ബമ്പർ ആണെങ്കിൽ അത് എറണാകുളത്തുകാർക്കായിരുന്നു. അപ്പോൾ ഇത്തവണ ഈ വിഷു ബമ്പർ വരുമ്പോൾ അത് എവിടേക്കായിരിക്കും എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഏതായാലും കൊല്ലത്ത് ആണ് ഈ ടിക്കറ്റ്, അല്ലെങ്കിൽ കരുനാഗപ്പള്ളിയിൽ സബിൽ വിറ്റ D അനിൽ വിറ്റ ടിക്കറ്റിനാണ്, ഏജന്റ് അനിൽ വിറ്റ ടിക്കറ്റിനാണ് ഈ ഒന്നാം സമ്മാനം 12 കോടി എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു. പക്ഷേ അത് ആരുടെ കയ്യിലാണ് ഈ ടിക്കറ്റ് എന്നുള്ളത് തന്നെയാണ്. ഈ ടിക്കറ്റ് വാങ്ങിയതെന്ന് ഉറപ്പിക്കാൻ കഴിയില്ല അല്ലെ? ചിലപ്പോ ഒരുപക്ഷെ ഏതെങ്കിലും യാത്രക്കാർ കൊല്ലം വഴി പാസ് ചെയ്ത് പോയപ്പോ, കരുനാഗപ്പള്ളിയിലൂടെ പോയപ്പോ പെട്ടെന്ന് ഇവിടെ ഒരു സമ്മാനം അല്ലെങ്കിൽ ഇവിടെ ഒരു ഭാഗ്യം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് പെട്ടെന്ന് അവരുടെ മനസ്സ് പറയും. അവിടെ ഇറങ്ങി D അനിലിൽ നിന്ന് ആ ടിക്കറ്റ് വാങ്ങുകയും ചെയ്തിരിക്കാം. അതായത് ഏത് ജില്ലയിൽ നിന്നുള്ള ഏത് ഭാഗ്യവാനും ആവാൻ സാധ്യതയുണ്ട്. ഉറപ്പായിട്ടും അതിനുള്ള സാധ്യത ഏറെക്കുറെയാണ്. ഷിഹാസെ, ഞാൻ നേരത്തെ തന്നെ പല ആളുകളെയും കണ്ടപ്പോഴേ എല്ലാവരും ഓരോ ജില്ലയിൽ നിന്ന് ഓരോ ടിക്കറ്റ് വെച്ച് വാങ്ങുന്ന ആളുകളെ അടക്കം നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തിരുവനന്തപുരത്തെ ഭഗവതി ഏജൻസിലൊക്കെ പോയാൽ നമുക്ക് കാണാൻ കഴിയും ഓരോ ജില്ലക്കായി ഓരോ ടിക്കറ്റുകൾ ഇങ്ങനെ വാങ്ങി വെച്ചിട്ടുണ്ട്. കാരണം ഓരോ 14 ജില്ലകളുടെയും ടിക്കറ്റ് വാങ്ങിക്കുന്ന ശീലമുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായി ഒരുപക്ഷെ യാത്ര പോകുന്ന ആളുകൾ കരുനാഗപ്പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കണ്ട് വാങ്ങാനുള്ള സാധ്യതയൊക്കെ തള്ളിക്കളയാവുന്നതല്ല. അതുകൊണ്ട് തന്നെ ആരാണ് ഇത് വാങ്ങിയത് എന്ന് അറിയേണ്ടതുണ്ട്. അങ്ങനെ കരുനാഗപ്പള്ളിയിൽ നിന്നൊക്കെ വാങ്ങിയവരുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച്
സംബന്ധിച്ചിടത്തോളം ഇത് ഞങ്ങളുടെ ടിക്കറ്റ് ആണോ എന്ന് കൂടി ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഏതായാലും അതൊക്കെ അറിയേണ്ടതുണ്ട്. അല്പസമയത്തിനകം തന്നെ ഒരുപക്ഷെ ഭാഗ്യശാലിയെ നമുക്ക് പുറത്തേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. ചിലർ ഈ ടിക്കറ്റ് കണ്ടാലും ഒരുപക്ഷെ പറയാൻ ആഗ്രഹിക്കാത്ത ആളുകളും ഉണ്ടാകും. അങ്ങനെ ആരായിരിക്കും ആ ഭാഗ്യശാലി എന്ന് അറിയേണ്ടതുണ്ട്. ഏതായാലും നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൊല്ലം ജില്ലയിലാണ് കരുനാഗപ്പള്ളിയിലെ ഏജന്റ് ഡി അനിൽ വിറ്റ ടിക്കറ്റിനാണ് ഈ 12 കോടി അടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് ആർക്കാണ് ഇത് വിറ്റിരിക്കുന്നത്, ആരുടെ കയ്യിലാണ് ഈ ടിക്കറ്റ് ഉള്ളത് എന്നതെല്ലാം കണ്ടെത്തേണ്ടതുണ്ട്. പറയാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരുപക്ഷെ പുറത്തേക്ക് വന്ന ഈ ടിക്കറ്റ് തന്റെ കയ്യിലാണ് അല്ലെങ്കിൽ താനാണ് ഈ ഭാഗ്യശാലി എന്ന് പറയുമായിരിക്കും. അല്ലാത്തവർ സ്വാഭാവികമായും പറയാൻ ആഗ്രഹമില്ലാത്ത ആളുകളും ഉണ്ടാകും. തുടരണം. നമുക്ക് ഒരാളെ കുറിച്ചൊരു വിവരം നേരത്തെ ലഭിച്ചിരുന്നു. അതായത് AK അഭിലാഷ് പോയ കോഴിക്കോട്ടെ കഴിഞ്ഞ തവണത്തെ സമ്മാനാർഹമായ ഓണം ബമ്പറിന്റെ ടിക്കറ്റ് വിറ്റത് കോഴിക്കോട്ടെ ബാബാസിൽ നിന്നാണ്. ഇത്തവണ ബാബാസിൽ വിറ്റൊരു ടിക്കറ്റിന് ഞാൻ അതിലേക്ക് വരാം. ഇപ്പോൾ ഡി അനിൽ, ഏജന്റ് ആയിട്ടുള്ള ഡി അനിൽ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. അനിൽ, ആദ്യം കൺഗ്രാറ്റുലേഷൻ.